നമുക്കിന്ന് ബീഫ് വെച്ചൊരു ചമ്മന്തിപ്പൊടി ഉണ്ടാക്കി നോക്കാം. 1 കിലോ ബീഫ്, 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ ഉപ്പ്. ഇതിട്ട് കുക്കറിൽ 5 വിസിലടിച്ച് വെള്ളം വറ്റിച്ച് വെച്ചതാണ്. പിന്നെ അതിലേക്ക് ആവശ്യമായ കാന്താരി മുളക്, കറിവേപ്പില, ചുമന്ന ഉള്ളി, ഒരു മീഡിയം സൈസ് ഇഞ്ചി, ഒരു 7 വറ്റൽ മുളക്, ഒരു 10 അല്ലി വെളുത്തുള്ളി, ഒരു തേങ്ങയുടെ ചിരണ്ടിയത്. ചെറിയ ഉള്ളി, ഇഞ്ചി, കാന്താരി മുളക്, വെളുത്തുള്ളി ഇത് നമുക്ക് മിക്സിയിൽ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. നമുക്ക് പാൻ സ്റ്റൗവിൽ വയ്ക്കാം. നമുക്ക് എണ്ണ ഒഴിക്കാം. 1/2 കപ്പ് എണ്ണയാണ് ഈ ഒരു കപ്പിലെടുത്തിരിക്കുന്നത്. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി ചതച്ചത് ഇടാം. കാന്താരി മുളക് ചതച്ചത്, കറിവേപ്പില, എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ നന്നായി വഴന്നു വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് തേങ്ങ മൂപ്പിച്ചെടുക്കാം. ഇതോടൊപ്പം ഈ മുളകും കൂടെ ഇട്ട് കൊടുക്കാം. തേങ്ങ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 1.5 സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കാം. 1 സ്പൂൺ മീറ്റ് മസാലയാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കിത് മിക്സിയിൽ മെല്ലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. നന്നായിട്ട് അരയണ്ട കേട്ടോ, ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. നമ്മൾ മിക്സിയിൽ ചതച്ച് വെച്ചിരുന്ന ബീഫാണ്. ഒപ്പം തന്നെ തേങ്ങ മിക്സിയിൽ വറുത്ത് നമ്മളൊന്ന് ക്രഷ് ചെയ്ത് വെച്ചില്ലേ, അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ മസാലയും ബീഫും കൂടിയിട്ട് നന്നായിട്ട് ഡ്രൈ ആക്കിയെടുക്കണം. അങ്ങനെ നമ്മുടെ ബീഫ് ചമ്മന്തിപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.